പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ഒരാൾ അത് തിരിച്ചു വാങ്ങാനായിട്ട് അതിൻ്റെ പലിശ കളക്ട് ചെയ്യാനായിട്ട് ഒരു വീട്ടിലോട്ട് വരുന്നു. ഒരു സിനിമയിലെ രംഗമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. വീട്ടിലോട്ട് വരുമ്പോൾ ഈ ഈ പണം വാങ്ങിയേക്കുന്ന ആളിൻ്റെ മോനാണ് അവിടെ നിൽക്കുന്നത് കാണുന്നത്. മോനെ അച്ഛനോടുണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞു, എടാ ഇല്ല, പലിശക്കാരൻ വരുന്നു, ഞാൻ ഇവിടെ ഇല്ലെന്ന് നീ പറഞ്ഞേക്കണം. ഓ ആ അപ്പം അയാൾ വന്ന് ചോദിച്ചു, അച്ഛനോടുണ്ടോ? അച്ഛൻ ഇവിടെ ഇല്ല. ഓ പിന്നെ ചേട്ടൻ നോക്കുമ്പോൾ അച്ഛൻ ഈ മേശക്കടിയിലെങ്ങാനും ഉണ്ടെങ്കിൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. മേശക്കടിയിൽ കയറിയിരിക്കുക. അയാൾ ഒന്ന് കൈയോടുകൂടി ഇളപ്പിടി കൂടുന്ന ഒരു രംഗം എന്ന് പറഞ്ഞതുപോലെ കുറേ സർക്കുലറുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ ഒരു സർക്കുലർ, സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളോട് നന്നായി പെരുമാറണം. കാരണം എന്താ, തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഒഴിവാക്കാൻ. അപ്പം തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങളൊന്നും ഉണ്ടാവരുത്, അത് ഒഴിവാവണം. അതുകൊണ്ട് ആശുപത്രിയിലെത്തുന്ന, സർക്കാർ ആശുപത്രികളിലെത്തുന്ന രോഗികളോട് നന്നായി പെരുമാറണം. ഇത് ആരോഗ്യ വകുപ്പിൻ്റെ ഒരു സർക്കുലറാണ് കേട്ടോ. അത് എന്നിട്ട് അതിനകത്ത് തെരഞ്ഞെടുപ്പ്, ഇത് സർക്കുലർ ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പൊതുജനങ്ങളുമായി നേരിട്ടിടപെടുന്ന OP, അത്യാഹിത വിഭാഗം, എമർജൻസി കെയർ, ഡയഗ്നോസ്റ്റിക് പോയിന്റുകൾ, ഫാർമസി, മോർച്ചറി എന്നിവിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ പ്രത്യേക മേൽനോട്ടം വേണമെന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ, അറിയിച്ചിട്ടുണ്ട്, നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ് ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലെ മേധാവികൾക്ക് അയച്ചേക്കുന്ന സർക്കുലറാണിത്. അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ കേട്ടോ. ഈ ഇപ്പം ചികിത്സാപ്പിഴവുമൊക്കെ ധാരാളം പുറത്തോട്ട് വരികയാണല്ലോ, അവരുടെ ആശുപത്രി ജീവനക്കാരുടെ പെരുമാറ്റവും എല്ലാം അതിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ വിവാദമായി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇതുപോലൊരു സർക്കുലർ. നാണമില്ലേ ഇവർക്ക്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലം അല്ലായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ അവരുടെ അടുത്ത് ഏത് വിധത്തിലും പെരുമാറാം. തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് ഈ OP, അത്യാഹിത വിഭാഗം, അതുപോലെ എമർജൻസി കെയർ, ഡയഗ്നോസ്റ്റിക് പോയിന്റുകൾ, ഫാർമസി, മോർച്ചറി, ഇവിടെയൊക്കെ ഉള്ളവർക്ക് എടുത്ത് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയാം. ഇലക്ഷൻ ഇല്ലാതാകുമ്പോൾ, അതായത് ഇലക്ഷൻ കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വിവാദങ്ങൾ ഒഴിവാക്കാൻ, അതായത് ജനങ്ങളെ രക്ഷിക്കാനല്ല, വിവാദങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണം, രോഗികളോട് വളരെ സൂക്ഷിച്ച് പെരുമാറണം, അതിന് മേൽനോട്ടം വഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് മേളിൽ നിന്ന് അറിയിച്ചേക്കുന്നത് കൊണ്ട് ഇങ്ങനൊരെണ്ണം. മുകളിൽ നിന്ന് ആരായി അറിയിച്ചേക്കുന്നത്? മന്ത്രിയായിരിക്കും, അല്ലെ മുഖ്യമന്ത്രിയായിരിക്കും, പിന്നെ വേറെ ആരാ അറിയിക്കുന്നത്? ഏതായാലും മുകളിൽ നിന്നുള്ള അറിയിപ്പ് നല്ലതായിട്ട് പോയി. അതോടൊപ്പം ഇപ്പോൾ മീഡിയയൊക്കെ ഫ്ലാഷ് ചെയ്യുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ വന്നേക്കുന്ന കാര്യം, മീഡിയ പറഞ്ഞേക്കുന്നത്, ഈ നമ്മുടെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇപ്പോൾ DA അങ്ങ് കൂട്ടിക്കൊടുത്തല്ലോ. കൂട്ടിയെന്നല്ല, കുടിശ്ശിക DA അനുവദിച്ചു, എല്ലാം കൊടുത്തു. അങ്ങനെ അത് കൊടുക്കാനുള്ള തീരുമാനമായി. അടുത്ത ശമ്പളത്തോടൊപ്പം, അത് ഏപ്രിൽ ശമ്പളത്തോടൊപ്പം ഇത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. DA പുതുക്കിയ നിരക്കിലുള്ള കൂടുതൽ DA എല്ലാം കൂടെ 35% DA എങ്ങാണ്ടുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവും ഗവൺമെൻറ്റിന്, പക്ഷേ അത് അവർക്ക് ജീവനക്കാർക്ക് കൊടുക്കേണ്ട കാര്യമാണ്, അത് കൊടുക്കണം. അപ്പോൾ ഇത് എന്നിട്ട് ഓരോ ഉദ്യോഗസ്ഥൻ്റെ പേരെടുത്ത് ആണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വരുന്നത്. അതായത് ഇതൊക്കെ തന്നു തീർത്തു, നിങ്ങളോടൊപ്പം എന്നുമുണ്ട്, ഇനിയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ ഇവിടെ കാണും, ഇനി അടുത്തൊരു ടേമും കൂടെ എനിക്ക് ഭരിച്ച് നന്നാക്കണം എല്ലാവരെയും, അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഇനിയും ഇവിടെ കാണും എന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. ഇത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല. ഇപ്പോൾ എന്നെ ഒരാൾ കൊണ്ട് കാണിച്ചു, അതായത് ഈ പെൻഷൻ കിട്ടുന്ന അവർക്കുള്ള പെൻഷൻ കിട്ടുമല്ലോ, ആ പെൻഷൻ കിട്ടുന്നവർക്കും വിധവകൾക്കും ഒക്കെ ഉള്ള പെൻഷനും ഒക്കെ കിട്ടുന്നവർക്കെല്ലാം ഇതേപോലെ പേരെടുത്ത് വിളിച്ച് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവർക്ക് ഇൻഡിവിജ്വൽ മെസ്സേജാണ് വരുന്നത്. എന്തുമാത്രം ഇതിനു വേണ്ടി ചിലവാക്കുന്നു നോക്കിക്കോളൂ. കാരണം ഇത്രയും ആൾക്ക് മെസ്സേജ്, ഓരോരുത്തരുടെയും പേരിൽ മെസ്സേജ് അയക്കണ്ടേ? അയച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ. ആരുടെ കൈ മുറിച്ചാലോ കാല് മുറിച്ചാലോ തല വെട്ടിയാലോ ഒന്നും ഇവിടെ പ്രശ്നമല്ല.
ഇത് നോക്കി വയറ്റി കത്രി ഇട്ടാലും പ്രശ്നമല്ല. പക്ഷേ ഇതേപോലെ ഓരോരുത്തർക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഞാൻ ഇതിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാനിവിടെ കാണും, ഇനിയും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ആ ശരിയാണ്, നിങ്ങൾ എല്ലാവരോടും ഒപ്പം തന്നെ വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേരളത്തിന്. കേരളം തകർന്ന് താഴെ വീഴും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ തുടർന്നില്ലെങ്കിലുണ്ടല്ലോ വളരെ വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ മൊത്തം ആകാശം ഇടിഞ്ഞ് വീഴും, നമുക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതുപോലെ തുടരും എന്നുള്ള രീതിയിലാണ് എഴുതി വച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും വലിയ അഴിമതിയല്ലേ? ഈ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ ഇത് ഡിക്ലെയർ കൊടുത്തതിന് ശേഷം ഇതുവരെ കൊടുത്തില്ല. അവസാനം ഇനി 2 മാസമേ ഉള്ളൂ ഇറങ്ങിപ്പോയി. അപ്പോൾ ആ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ കടുംവെട്ടും വെട്ടിയിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അത് വോട്ട് പിടിക്കാനുള്ള 4 വോട്ടിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് അങ്ങ് മാറ്റുകയാണ്. ഇതാണ് സംഭവിച്ചേക്കുന്നത്. അതായത് നിങ്ങൾക്കൊക്കെ തന്നു, ഇതെല്ലാം തന്നു, ഞങ്ങൾ എല്ലാം തീർത്തു, മൊത്തമായി. ഇനി ഇത്രയും നാൾ കൊടുക്കാതിരുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രശ്നമില്ല. ഇനിയും ഞാൻ ഉണ്ടാവും നിങ്ങളോടൊപ്പം. നല്ലത് തന്നെ, ഉണ്ടാവണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഇതുപോലെ ഓരോ പെൻഷൻ കിട്ടുന്ന ആളുകൾക്കും ഇതുപോലെ എഴുതി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ എല്ലാ മൊബൈലിൽ ഇതേപോലെ ഇൻഡിവിജ്വൽ മെസ്സേജ് ചെയ്ത് ചെല്ലുകയാണ്. ഇത് എന്ത് തോന്നിയ ദിവസമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതൊക്കെ ഇതിൽ ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതിയല്ലേ ഇത്? ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, എന്നാലും ഇതിന് നടപടിയെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഈ സർക്കുലർ, ആലപ്പുഴ DMO അയച്ചേക്കുന്ന ഈ സർക്കുലർ ഉണ്ടല്ലോ, ഇത് ഇവർക്കെതിരെ മിലിറ്റേറ്റ് ചെയ്യും ഈ സർക്കുലർ. കാരണം തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആശുപത്രി എത്തുന്ന രോഗികളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ മര്യാദയുടെ ആവശ്യമില്ല. അതാ കാര്യം. തെരഞ്ഞെടുപ്പില്ലെങ്കിൽ മര്യാദയുടെ ആവശ്യമില്ല എന്ന് വിളിവെക്കുന്നതല്ലേ? കൊള്ളാം. നല്ല നല്ല ബുദ്ധിപരമായ പരിപാടികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രം നമുക്ക് ഇപ്പം TV ചാനൽ കാണാമല്ലേ? ഏഷ്യാനെറ്റിനെ നമ്മുടെ നമ്മുടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഏഷ്യാനെറ്റിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേട്ടു. അതന്നെ, കാരണം ഏഷ്യാനെറ്റും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ചോദ്യം ചോദിച്ചപ്പോൾ ക്ഷുഭിതയായി. ഏതാണ്ട് വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കി, ഏത് പദ്ധതിയാണെന്ന് ചോദിച്ചു. ഇതാ കാര്യം. അപ്പോൾ ക്ഷുഭിതയായി മാറി. എന്നിട്ടാണ് ആ ഏഷ്യാനെറ്റ് എന്ന് വെച്ച് നോക്കിയോളൂ. നമ്മൾ ഓരോ വാർത്തകൾ കഴിയുന്നതിനും വാർത്തയുടെ ആ ടൈമൊക്കെ കഴിഞ്ഞാൽ ഉടനടി ഒരു പരസ്യം അതെല്ലാം വരും. അത് മുഴുവൻ വരുന്നത് എല്ലാം മുഖ്യമന്ത്രിയുടെ പരസ്യമാണ് വന്നുകൊണ്ടിരിക്കുക. ഈ ചാനലുകൾ ഇവർ ഏഷ്യാനെറ്റിനെ ഇഷ്ടമല്ല, ഏഷ്യാനെറ്റിനോട് എതിരാണ്. പക്ഷേ അവർ പരസ്യം കൊടുക്കണം, കാരണം അത് കാണാൻ ആളുണ്ട്. അതാണ് കാര്യം. അപ്പോൾ പരസ്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ എത്ര കോടികളാണ് തുലച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടിൻ്റെ. എന്നിട്ടാണ് പറയുന്നത് അങ്ങ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഭയങ്കര വികസനമല്ലേ? വികസിച്ച് നമ്മൾ പൊട്ടിപ്പോകുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ഇനി ആ രീതിയിലുള്ള വികസനമാണ്.